ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 197 വാല്യം 5 കാഴ്ചവെപ്പിന്റെ സമയത്ത് ദേവാലയത്തിൽ ജാബസിന്റെ കൈ പിടിച്ചുകൊണ്ട് അവന്റെ പിതാവിന്റെ സ്ഥാനത്ത് ദേവാലയ അങ്കണത്തിലേക്ക് പ്രവേശിക്കുന്ന പത്രോസ് എത്ര മഹിമയോടെയാണ് നടക്കുന്നത്. നല്ലവണ്ണം നിവർന്ന് ശരിക്കും നടക്കുന്നതിനാൽ യഥാർത്ഥത്തിലുള്ളതിൽ കൂടുതൽ പൊക്കം തോന്നിക്കുന്നു. മറ്റുള്ളവരെല്ലാം ഒരു സംഘമായി പിമ്പയുണ്ട്. ഏറ്റം പുറകിൽ നടക്കുന്ന ഈശോ ദേവാലയത്തിലേക്ക് കയറാൻ ലജ്ജ കാണിക്കുന്ന എൻഡോറിലെ ജോണിനോട് സംസാരിക്കുകയാണ്. പത്രോസ് വളർത്തുപുത്രനോട് ചോദിക്കുന്നു, നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ബാലൻ മറുപടി പറയുന്നു, ഞാൻ ജനിച്ചപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു, എന്നാൽ ഞാൻ അത് ഓർക്കുന്നില്ലപ്പാ. അത് കേട്ട് പത്രോസ് ഹൃദ്യമായി ചിരിക്കുന്നു. പത്രോസ് ഇത് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവരും ചിരിക്കുന്നു. സാവധാനത്തിൽ അവർ പറയുന്നു, ഒരുപക്ഷെ ആ സമയം നീ ഉറങ്ങുകയായിരുന്നിരിക്കാം. അതിനാൽ പിന്നെ ഞങ്ങളും നിന്നെപ്പോലെ തന്നെയാ. ഞങ്ങൾ ജനിച്ചപ്പോൾ ഇവിടെ വന്ന കാര്യം ഞങ്ങളും ഓർക്കുന്നില്ല. ഇതേ ചോദ്യം തന്നെ ഈശോ എൻഡോറിലെ ജോണിനോടും ചോദിക്കുന്നു. മറ്റുള്ളവരുടേതുപോലെ ജോണും മറുപടി പറയുന്നു. ജോൺ പറയുന്നത്, ഞങ്ങൾ പുതുതായി ഇസ്രായേലിൽ ചേർന്നവരാണ്. പെസഹ നാളിൽ അമ്മ എന്നെ കയ്യിലെടുത്തുകൊണ്ടാണ് വന്നത്. ആദാർ മാസത്തിന്റെ ആദ്യമാണ് ഞാൻ ജനിച്ചത്. അമ്മയ്ക്ക് നടക്കാറായപ്പോൾ തന്നെ കഴിവതും നേരത്തെ പുത്രനെ കർത്താവിന് കാഴ്ചവെക്കാൻ അവൾ യൂദയായിൽ നിന്ന് നടന്നു. ഒരുപക്ഷെ അവൾക്ക് നടക്കാൻ ആരോഗ്യം കിട്ടുന്നതിന് മുമ്പായിരിക്കാം നടന്നത്. കാരണം അതേ തുടർന്ന് അവൾ രോഗിണിയായി. അതിൽ നിന്നും രക്ഷ പ്രാപിച്ചതുമില്ല. അമ്മ നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് 2 വയസ്സ് തികഞ്ഞിരുന്നില്ല. എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ദൗർഭാഗ്യം. ഞാനായിരുന്നു ആദ്യത്തെ കുട്ടി. രോഗിണിയായി തീർന്നതിനാൽ വേറെ കുട്ടികളുണ്ടായില്ല. ഞാൻ അവളുടെ ഏക സന്താനമായി തീർന്നു. നിയമം അവൾ അനുസരിച്ചല്ലോ എന്നോർത്ത് അഭിമാനത്തോടെ അവൾ മരിച്ചു. എന്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, നിന്നെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിനാൽ അവൾ സന്തോഷമായിട്ടാണ് മരിച്ചത്. പാവം അമ്മ. അവൾ എന്താണ് കാഴ്ചവെച്ചത്? ഒരു ഭാവി കൊലയാളിയെ. ജോൺ, അങ്ങനെ പറയാതിരിക്കൂ. അന്ന് നീ ഫെലിക്സ് ആയിരുന്നു. ഇന്നാകട്ടെ ജോൺ. ദൈവം നിനക്ക് നൽകിയ വലിയ കൃപയെ നീ ഓർക്കണം. എപ്പോഴും അത് മനസ്സിലുണ്ടായിരിക്കണം. കഴിഞ്ഞുപോയ അധപതനത്തിന്റെ കാര്യമെല്ലാം മറന്നു കളയുക. നിനക്ക് വീണ്ടും ദേവാലയത്തിലേക്ക് വരാനിടയായില്ലേ? ഓ ശരിയാണ്. എനിക്ക് 12 വയസ്സായപ്പോഴും പിന്നീട് എനിക്ക് കഴിയുമായിരുന്ന കാലങ്ങളിലെല്ലാം, പിൽക്കാലത്ത് എനിക്ക് പിന്നീട് വരാൻ കഴിയുമായിരുന്ന കാലങ്ങളിൽ ഞാൻ വന്നതേയില്ല. കാരണം ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, ഒന്നിനെ മാത്രമേ ഞാൻ ആരാധിച്ചിട്ടുള്ളൂ, അതായത് വിദ്വേഷത്തെ മാത്രം. അതിനാലാണ് ഇവിടെ നിന്ന് മുന്നോട്ടു വരാൻ ഞാൻ ധൈര്യപ്പെടാത്തത്. പിതാവിന്റെ ഭവനത്തിൽ അന്യനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ എത്ര ദീർഘകാലമായി ഞാൻ ഉപേക്ഷിച്ചു പോയതാണ്. ആ പിതാവിന്റെ പുത്രനായ എന്റെ കരങ്ങളാലാണ് നീ ഇപ്പോൾ ആനയിക്കപ്പെട്ട് അതിലേക്ക് നീ തിരികെ വരുന്നത്. ഞാൻ നിന്നെ ബലിപീഠത്തിലേക്ക് ആനയിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എല്ലാം ക്ഷമിക്കപ്പെട്ടു എന്ന് എനിക്കറിയാമെന്നാണ്. ജോൺ തേങ്ങിക്കൊണ്ട് പറയുന്നു, എന്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ശരി, അത്യുന്നതന് നീ നന്ദി പറയോ? ഒരു തനി ഇസ്രായേൽക്കാരിയായിരുന്ന നിന്റെ അമ്മയ്ക്ക് പ്രവചനത്തിന്റെ അരൂപിയുണ്ടായിരുന്നു എന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവത്തിന് വിശുദ്ധമായ പുത്രനാണ് നീ. നീ വീണ്ടെടുക്കപ്പെട്ടു. നീ എന്റേതാണ്. നീ ദൈവത്തിന്റേതാണ്. നീ ഒരു ശിഷ്യനാണ്. അങ്ങനെ നിന്റെ കർത്താവിന്റെ ഒരു ഭാവി പുരോഹിതനാണ് നീ. പുതിയ യുഗത്തിന്റെ, പുതിയ മതത്തിന്റെ, എന്റെ പേര് വഹിക്കുന്ന മതത്തിന്റെ പുരോഹിതനാണ് നീ. എല്ലാറ്റിൽ നിന്നും നിന്നെ ഞാൻ മോചിക്കുന്നു. ജോണേ, വിശുദ്ധ സ്ഥലത്തേക്ക് നീ കടന്നുകൊള്ളുക. ഞാൻ ഗൗരവമായി നിന്നോട് പറയുന്നു, അൾത്താരയുടെ സമീപത്ത് അടുക്കുവാൻ അർഹതയില്ലാത്ത കുറ്റക്കാരായ അനേകർ ഇവിടെ താമസിക്കുന്നവരുടെ ഇടയിലുണ്ട്, നിന്നേക്കാൾ അനർഹരായവർ. ഈ സമയം പത്രോസ് ദേവാലയത്തിലെ കാഴ്ചകൾ ഓരോന്നും ജാബസിനെ കാണിച്ച് വിവരിച്ചു കൊടുക്കുന്നു. എന്നാൽ പ്രായം കൂടിയ ബർത്തലോമിയോയെയും സൈമണെയും സഹായത്തിന് വിളിക്കുകയാണ്. കാരണം അവർക്ക് കൂടുതൽ നന്നായി
എല്ലാം പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവർ തങ്ങളുടെ കാഴ്ചയർപ്പിക്കുന്നതിന് ഭണ്ഡാരത്തിനടുത്തെത്തി. അപ്പോൾ അരിമത്യാക്കാരൻ ജോസഫ് അവരെ വിളിക്കുന്നു. അപ്പോൾ നീ ഇവിടെ എത്തിയോ? അവരെ അഭിവാദ്യം ചെയ്ത ശേഷം ചോദിക്കുന്നു, നിങ്ങൾ എപ്പോൾ വന്നു? ഇന്നലെ സന്ധ്യയോടെ. അപ്പോൾ ഗുരുവോ? അവൻ അവിടെയുണ്ട്. അതാ ഒരു പുതിയ ശിഷ്യന്റെ കൂടെ ഇങ്ങോട്ട് വരികയാണ്. ജോസഫ് ബാലനെ നോക്കിക്കൊണ്ട് പത്രോസിനോട് ചോദിക്കുന്നു, നിന്റെ പൗത്രന്മാരിൽ ഒരാളാണോ? അല്ല. അതെ, രക്തം മൂലമല്ല, വിശ്വാസത്താൽ, അതിലുമധികമായി സ്നേഹത്താൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ ഒരനാഥ ബാലനാണ്. അതുകൊണ്ടാണ് രക്തബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ശിഷ്യനായതിനാൽ വിശ്വാസത്തിലുള്ള ബന്ധം വളരെയധികമാണ്. സ്നേഹത്തിൽ അവൻ ഒരു പുത്രനും. ഗുരു അവനെ സ്വീകരിച്ചു. ഞാൻ അവനെ വളർത്തുന്നു. അടുത്ത ഏതാനും ദിവസങ്ങളിൽ അവൻ പ്രായപൂർത്തി ആഘോഷിക്കും. അവന് 12 വയസ്സായോ? എത്ര ചെറിയ കുട്ടി! ഏയ്, ഗുരു നിന്നോട് പറയും, ജോസഫേ, നീ നല്ലവനാണ്. ഇവിടെയുള്ള അപൂർവം നല്ലയാളുകളിൽ ഒരാൾ. എന്നോട് പറയൂ, ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇവനെ എന്റെ പുത്രനെന്ന നിലയിൽ ഞാൻ കൂട്ടിക്കൊണ്ടു ചെല്ലുകയാണ്. എന്നാൽ ഞാൻ ഒരു ഗലീലിയക്കാരനും നികൃഷ്ടനായ കുഷ്ഠരോഗിയുമാ. ഒരു കുഷ്ഠരോഗിയോ? പെട്ടെന്ന് അകന്നു മാറിക്കൊണ്ട് ജോസഫ് ചോദിക്കുന്നു. ഭയപ്പെടുകയും മറ്റും വേണ്ട. ഞാൻ കുഷ്ഠരോഗിയായിരിക്കുന്നത് ഈശോയുടെ സ്വന്തമായിരിക്കുന്നതിനാലാണ്. ഏതാനും പേരെ ഒഴിവാക്കിയാൽ ദേവാലയത്തിലെ എല്ലാവരും അങ്ങേയറ്റം കുഷ്ഠം ബാധിച്ചവരെ പോലെയാണ് ഈശോയുടെ ശിഷ്യരെ കരുതുന്നത്. അല്ല, അങ്ങനെ പറയാതിരിക്കൂ. ഇത് സത്യമാണ്. സത്യത്തെ നമ്മൾ അംഗീകരിക്കണം. അതിനാൽ ഈശോ നിമിത്തവും ഞാൻ നിമിത്തവും അവർ കുട്ടിയോട് ക്രൂരമായി പെരുമാറുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ എന്തുമാത്രം അറിവുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ. നിയമം, ഖലാസ്കിയ, ഹഗ്ഗദ, മിദ്രാസ്കിയോട് ഇവയെല്ലാം എത്രമാത്രം അവനറിയാമെന്ന് എനിക്ക് പിടിയില്ല. ഈശോ പറയുന്നത് അവന് വളരെയധികം അറിയാമെന്നാണ്. കൊള്ളാം, ഈശോ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഒട്ടും ഭയപ്പെടേണ്ട. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം അവർ. നിനക്ക് ഇവനോട് എത്ര ഇഷ്ടമാ? അവനെ സദാ നിന്റെ കൂടെ കൊണ്ടു നടക്കുകയാണോ? എനിക്ക് കഴിയുന്നില്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിന്. അവൻ തീരെ ചെറുപ്പവും ശക്തിയില്ലാത്തവനുമാണ്. എന്നാൽ ഞാൻ സന്തോഷത്തോടെ നിന്റെ കൂടെ വരും. ജോസഫിന്റെ വാത്സല്യം നിറഞ്ഞ തലോടലുകൾ കിട്ടിയതിന്റെ ധൈര്യത്തോടെ ജാബസ് പറയുന്നു. പത്രോസ് സന്തോഷത്താൽ പ്രകാശിതനായി. എന്നാൽ ഗുരു പറയുന്നത് നമ്മൾ അത് ചെയ്യരുതെന്നും നമ്മൾ അങ്ങനെ ചെയ്യുകയില്ലെന്നുമാണ്. എന്നാൽ വല്ലപ്പോഴുമെങ്കിലും നമുക്ക് തമ്മിൽ കാണാമല്ലോ. ജോസഫേ, എന്നെ സഹായിക്കാമോ? തീർച്ചയായും, ഞാൻ തീർച്ചയായും നിന്റെ കൂടെ വരാം. എന്റെ മുമ്പിൽ വെച്ച് അവനോട് അവർ അന്യായമൊന്നും ചെയ്യുകയില്ല. എപ്പോഴാ? ഓ ഗുരുവേ, എന്നെ അനുഗ്രഹിക്കൂ. ജോസഫേ, നിനക്ക് സമാധാനം. നിന്നെ കാണാൻ ഇടയായതിൽ സന്തോഷം. നീ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. ഗുരുവേ, എനിക്കും അങ്ങയെ കാണാൻ ഇടയായതിൽ സന്തോഷം. നിന്റെ സ്നേഹിതർക്കും നിന്നെ കാണുന്നത് സന്തോഷമായിരിക്കും. നീ ഗെത്സമനിയിലാണോ താമസിക്കുന്നത്? ഞാൻ അവിടെയായിരുന്നു. എന്നാൽ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ബെഥനിയിലേക്ക് പോകും. ലാസറസിന്റെ പക്കലേക്കാണോ? അല്ല, സൈമണിന്റെ വീട്ടിലേക്ക്. എന്റെ അമ്മയും എന്റെ സഹോദരന്മാരുടെ അമ്മയും ജെയിംസിന്റെയും ജോണിന്റെയും അമ്മയും അവിടെയുണ്ട്. നീ വന്ന് എന്നെ കാണുമോ? അങ്ങ് എന്നോട് ചോദിക്കുന്നോ? വലിയ സന്തോഷത്തോടെ ഞാൻ വരും. ഒരു വലിയ ബഹുമതിയല്ലേ അത്. അതിനായി അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏതാനും സ്നേഹിതരുമായി വരും. സൂക്ഷിക്കണേ ജോസഫ്, കൂട്ടുകാരെ കൊണ്ടുവരുന്നത് സൂക്ഷിച്ചു വേണം. തീക്ഷ്ണനായ സൈമൺ അഭിപ്രായപ്പെടുന്നു. ഓ, നിങ്ങളെല്ലാവരും അവരെ അറിയുന്നതാണ്. വിവേകം പഠിപ്പിക്കുന്നത് വായു പോലും അറിയരുതെന്നാണ്. എന്നാൽ നിങ്ങൾ അവരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവർ സ്നേഹിതർ തന്നെയാണെന്ന്. കൊള്ളാം. ഗുരുവേ, യോനയുടെ പുത്രൻ സൈമൺ എന്നോട് കുട്ടിയുടെ പ്രായപൂർത്തി ചടങ്ങിനെ കുറിച്ച് പറയുകയായിരുന്നു. അതെപ്പോഴാണെന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങ് വന്നത്. അതിൽ സംബന്ധിക്കാൻ ഞാനും വരണമെന്ന് വിചാരിക്കുന്നു. പെസഹായ്ക്ക് മുൻപുള്ള ബുധനാഴ്ച. നിയമത്തിന്റെ പുത്രൻ എന്ന നിലയ്ക്ക്
അവൻ പെസഹ ആചരിക്കാനിടയാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ നല്ലത്. അക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ബഥനിയിൽ വന്ന് നിങ്ങളുടെ കൂടെ ചേരാം. എന്നാൽ തിങ്കളാഴ്ച എന്റെ സ്നേഹിതരെയും കൂട്ടി വരും. സമ്മതിച്ചിരിക്കുന്നു. ഗുരുവേ, എനിക്ക് പോകാൻ സമയമായി. ധൂപാർപ്പണത്തിന് സമയമായിരിക്കുന്നു. സമാധാനം അങ്ങയോടുകൂടെ. ജോസഫേ, സമാധാനം നിന്നോടുകൂടെയും. വരൂ ജാബസ്, ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറാണിത്. പ്രഭാതത്തിലും പ്രധാനപ്പെട്ട ഒരു മണിക്കൂറും പകൽ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിന്മേലും ദൈവാനുഗ്രഹം ഉണ്ടാകേണ്ടതിനായി അവൻ ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്. എന്നാൽ സന്ധ്യാസമയത്ത് ആ സ്തുതി കുറെ കൂടി ആഘോഷമാകണം. പ്രകാശം മങ്ങുന്നു, ജോലികൾ അവസാനിക്കുന്നു, രാത്രിയാകുന്നു. മങ്ങിയ പ്രകാശം പാപത്തിലേക്ക് മനുഷ്യൻ വീഴുന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അധിക പാപങ്ങളും രാത്രിയിലാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതെന്തുകൊണ്ട്? കാരണം ജോലിയിൽ വ്യാപൃതനല്ലാത്തതിനാൽ എളുപ്പത്തിൽ ദുഷ്ടന്റെ കെണിയിൽ വീഴുന്നു. അവന്റെ ആകർഷണങ്ങളും ഭയപ്പെടുത്തലുകളും ആ സമയത്താണ് കൊണ്ടുവരുന്നത്. അതിനാൽ പകൽ സമയത്ത് നമുക്ക് ലഭിച്ച സംരക്ഷണത്തിന് നന്ദി പറഞ്ഞ ശേഷം രാത്രിയിൽ എല്ലാ ഭയാശങ്കകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. രാത്രിയും ഉറക്കവും മരണത്തിന്റെ പ്രതീകങ്ങളാണ്. കർത്താവിന്റെ അനുഗ്രഹത്തോടെ ജീവിച്ച ശേഷം അന്ധകാരത്തിലേക്കല്ല, പ്രകാശമേറിയ പ്രഭാതത്തിലേക്ക് ഉറങ്ങാൻ പോകുന്നവർ അനുഗ്രഹീതരാകുന്നു. ധൂപാർപ്പണം നടത്തുന്ന പുരോഹിതർ നമ്മളെല്ലാവരുടെയും പേർക്കാണ് അത് ചെയ്യുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നൽകാനുള്ള അനുഗ്രഹം ദൈവം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. നോക്കൂ, ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എത്ര ശ്രേഷ്ഠമായതാണെന്ന്. എനിക്കും ഇഷ്ടമാ. നിന്റെ അമ്മയോട് കുറെ കൂടെ അടുത്തതുപോലെ എനിക്കും തോന്നും. നീ എപ്പോഴും ഒരു നല്ല ശിഷ്യനും പത്രോസിന്റെ നല്ല മകനുമായിരിക്കുമെങ്കിൽ നീ ഒരു പുരോഹിതനാകും. ഇപ്പോൾ ഇങ്ങു വരൂ, സമയമായി എന്ന് കാഹളം വിളിച്ചറിയിക്കുന്നു. നമുക്ക് പോയി യഹോവയെ ഭക്തിയോടെ സ്തുതിക്കാം.